സി ഇതെല്ലാം ഉൾപ്പെടുന്ന RLC സർക്യൂട്ടാണ് ഇനി മുതൽ. അപ്പം അവിടെ ആറിൻ്റെ വാല്യൂ 20 ഓം ആണ്, എല്ലിൻ്റെ വാല്യൂ 0.2 ആണ്, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 100 മൈക്രോ ഫാരഡേ ആണ്, ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്, വോൾട്ടേജ് 240 ആണ്, 220 ആണ്. ദെൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണാൻ 2πfL 2 ഗുണം 3.14 ഗുണം 50 ഗുണം 0.2 63 ഓം. ഇനി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 1/2πfC ആണ്. 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 100 ഇൻറ്റു 10⁻⁻6 എന്ന് പറഞ്ഞാൽ 36 ആണ്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ XL മൈനസ് XC ആണ്. 63 62 കുറച്ചാൽ 31 ഓം ആണ്. XL ആണ് കൂടുതൽ, ലാഗിങ് ആയിരിക്കും വരിക വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് 220 ഡിവൈഡഡ് ബൈ Z ആണ് കറണ്ട് എന്ന് പറഞ്ഞത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √(R²+X²) ആണ്. 20 സ്ക്വയർ പ്ലസ് 31ൻ്റെ സ്ക്വയർ റൂട്ടാണ്, ദാറ്റ് ഈസ് 37 ഓം. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് ആണ്. 220 ഡിവൈഡഡ് ബൈ 37 6 ആംപിയർ ആണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈസ് I ഇൻറ്റു R ആണ്. 6 ഇൻറ്റു 20 ആണ്, 120 വോൾട്ട് ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് I ഇൻറ്റു XL ആണ്. 6 ഇൻറ്റു 63 ആണ്, 278 വോൾട്ട് ആണ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് I ഇൻറ്റു XC ആണ്. 6 ഇൻറ്റു 32 ആണ്, 192 ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos⁵ R/Z ആണ്. R എന്ന് പറഞ്ഞാൽ 20 ആണ്, Z എന്ന് പറഞ്ഞാൽ 37 ആണ്, 0.54 ആണ്, ലാഗിങ് ആണ്, കാരണം XL ആണ് കൂടുതൽ. പവർ ആംഗിൾ ഫേസ് ഡിഫറൻസ് 57.2 ഡിഗ്രിയാണ്, കോസ് ഇൻവേഴ്സ് 0.54. പവർ ഇൻ വാട്ട് എന്ന് പറഞ്ഞാൽ VI cos⁵ ആണ്. 220 ഇൻറ്റു 6 ഇൻറ്റു 0.54 എന്ന് പറഞ്ഞാൽ 713 വാട്ടാണ്. പവർ ഇൻ VA എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I ആണ്. V എന്ന് പറഞ്ഞാൽ 220, I എന്ന് പറഞ്ഞാൽ 6, 1320 വാട്ട്സ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.